തമിഴ്നാട് തിരുനെൽവേലിയിൽ ബസ് അപകടത്തിൽ 5 മലയാളികൾ ഉൾപ്പെടെ 10 പേർ മരിച്ചു. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളാണ് മരിച്ച മലയാളികൾ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയോടെ വീട്ടിലെത്തിക്കും. പുതുച്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന വോൾവോ ബസ് പുലർച്ചെ 5:30യോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5:35 വള്ളിയൂരിലാണ് ബസ് നിയന്ത്രണം വിട്ട് മീഡിയനിൽ ഇടിച്ചുമറിഞ്ഞ് 10 പേർ മരിച്ചത്. തിരുവനന്തപുരം വലിയതുറ സ്വദേശികളായ വിനോദ്, ഭാര്യ ആൻസി, കൊച്ചുതുറ സ്വദേശി ലിയോയുടെ മകൻ 6 വയസ്സുകാരൻ സുജിൻ, കൊല്ലം സ്വദേശിനി മേരി നിഷ, മകൻ ആൾറോയ് എന്നിവരാണ് മരിച്ച മലയാളികൾ. മരിച്ചവരിൽ 2 പേർ ഗുജറാത്ത് സ്വദേശികളും 2 പേർ കന്യാകുമാരി സ്വദേശികളുമാണ്. ഒരാളെ തിരിച്ചറിയാനുണ്ട്. മരിച്ച വിനോദും ആൻസിയും ഒരാഴ്ച മുൻപാണ് വിവാഹിതരായത്. വലിയതുറ സ്വദേശികളായ അരുൺ, ഷാജൻ, പ്രിൻസി, ഏലിയാമ്മ, സോണി, നിധി, നിവിൻ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വേളാങ്കണ്ണിയിൽ പോയി മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ ത്വരിത പരിശോധനയുടെ ഭാഗമായി പരാതിക്കാരന്റെ മൊഴിയെടുത്തു. വിജിലൻസ് എറണാകുളം മേഖലാ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. ആരോപണ വിധേയരായ മുഴുവൻ മന്ത്രിമാർക്കെതിരെയും അന്വേഷണം വേണമെന്ന് പരാതിക്കാരനായ ജോർജ് വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച ത്വരിത പരിശോധനയുടെ ആദ്യഘട്ടം എന്ന നിലയിലാണ് മന്ത്രി കെ ബാബുവിനെതിരെ ഹർജി നൽകിയ ജോർജ് വട്ടുകുളത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 1.5 മണിക്കൂറിലധികം നീണ്ട മൊഴിയെടുക്കലിൽ കൈവശമുള്ള CD-യുടെ പകർപ്പും മറ്റ് രേഖകളും ജോർജ് വിജിലൻസ് എറണാകുളം മേഖലാ SP ആർ നിശാന്തിനിക്ക് കൈമാറി. ബാർക്കോഴ കേസിൽ KM മാണിക്കും കെ ബാബുവിനും പുറമെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന് ജോർജ് വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. ബിജു രമേശ് മന്ത്രി ബാബുവിന് കൈമാറിയെന്നാരോപിച്ച 50 ലക്ഷം രൂപ കൂടാതെ കോഴ നൽകാനായി ബാർ ഉടമകൾ പിരിച്ച തുക സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും ജോർജ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഉള്ള മറ്റു മന്ത്രിമാർക്കെതിരെ കൂടി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ 9 കോടി എവിടെയൊക്കെ എത്തി എന്നുള്ളത്, ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് അന്വേഷിക്കാൻ ഇവരെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട്, ബാർ ഉടമകളെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് അന്വേഷിച്ചാൽ അവരെല്ലാം മൊഴി കൊടുത്ത് അവർ രേഖകൾ ഹാജരാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിജു രമേശ് ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖമടങ്ങുന്ന CD-യുടെ പകർപ്പാണ് ജോർജ് വിജിലൻസിന് കൈമാറിയത്. അതിനാൽ വരും ദിവസങ്ങളിൽ അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുക്കും. ഈ മാസം 23-നകം ത്വരിത പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സമീർ വഴങ്ങോട്, കൊച്ചി. പത്താൻകോട്ട് ഭീകരാക്രമണത്തിലെ ഭീകരവാദികൾ വിളിച്ച പാകിസ്ഥാനിലെ ഫോൺ നമ്പറുകൾ ഇന്റലിജൻസ് ബ്യൂറോ സ്ഥിരീകരിച്ചു. 2 പാകിസ്ഥാനി നമ്പറുകളിൽ ഒരെണ്ണം ഭീകരവാദിയുടെ മാതാവിൻ്റേതും രണ്ടാമത്തേത് ആക്രമണം നിയന്ത്രിച്ച ഉസ്താദ് എന്ന ഭീകരവാദിയുടേതുമാണ്. ആക്രമണം നടത്തിയ 6 തീവ്രവാദികളുടെയും വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ ഈ കോളുകൾ സഹായിക്കുമെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ കരുതുന്നത്. അതേസമയം ഭീകരാക്രമണത്തിന് സഹായം നൽകിയെന്ന് സംശയിക്കുന്ന വ്യോമസേനാ ജീവനക്കാരനെ NIA കസ്റ്റഡിയിലെടുത്തു. 92 30 17 77 52 53 92 30 00 97 212 എന്നീ 2 പാകിസ്ഥാനി നമ്പറുകളിലേക്കാണ് ഭീകരർ വിളിച്ചതെന്ന് IB സ്ഥിരീകരിച്ചു. തീവ്രവാദികൾ ഗുരുദാസ്പൂർ SP-യുടെയും ടാക്സി ഡ്രൈവറുടെയും ഫോണുകളിൽ നിന്നാണ് ഈ നമ്പറുകളിലേക്ക് വിളിച്ചത്. ഈ നമ്പറുകളിലേക്ക് മിസ്ഡ് കോൾ നൽകുകയും പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് തിരികെ വിളിക്കുകയുമായിരുന്നു. താൻ ആത്മബലി നൽകാൻ പോവുകയാണെന്നറിയിച്ച് ഭീകരിൽ ഒരാൾ അമ്മയെ വിളിച്ചതാണ് ആദ്യത്തെ നമ്പർ. ഉസ്താദ് എന്ന് ഭീകരർ വിശേഷിപ്പിച്ച ആക്രമണം നിയന്ത്രിച്ച ഭീകരൻ്റേതാണ് രണ്ടാമത്തെ നമ്പർ. വ്യോമസേന ആസ്ഥാനത്ത് എത്തുന്നതിനും മറ്റു വിവരങ്ങളും മറ്റും ഈ നമ്പറുകളിലേക്ക് കോൾ ചെയ്താണ് ഭീകരർ അറിയിച്ചത്. ഭീകരർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഉസ്താദ് തിരികെ നൽകിയ വിശദാംശങ്ങളും IBക്ക് ലഭിച്ചു. ഡിസംബർ 31 രാവിലെ 9:12 ആദ്യ കോൾ ഉസ്താദിന്റെ നമ്പറിലേക്ക് ഇന്ത്യയിൽ നിന്ന് വിളിച്ചതെന്നും IB കണ്ടെത്തി. ഈ വിവരങ്ങളെല്ലാം തെളിവുകളായി പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. അതേസമയം ഭീകരർക്ക് വ്യോമതാവളത്തിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചെന്ന് NIA കണ്ടെത്തി. സഹായം നൽകിയെന്ന് സംശയിക്കുന്ന ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ജീവനക്കാരനെ NIA കസ്റ്റഡിയിലെടുത്തു. മൊഴികളിൽ വൈരുദ്ധ്യമുള്ള ഗുരുദാസ്പൂർ SP സൽവീന്ദർ സിംഗിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. സൈനിക തലങ്ങളിൽ നിന്നും ഭീകരർക്ക് കൂടുതൽ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ NIAക്ക് വിവരങ്ങൾ ലഭിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓട്ടിസം ബാധിച്ച പ്രിയ ആരാധികയെ കാണാൻ നടൻ ദിലീപ് എത്തി. തിരുവനന്തപുരം പൂജപ്പുര ആയുർവേദ ആശുപത്രിയിലെത്തിയാണ് ദിലീപ് സുമിയെ കണ്ടത്. ദിലീപിനെ കാണണമെന്നുള്ള സുമിയുടെ വർഷങ്ങളായുള്ള ആഗ്രഹവും താരാരാധനയും പീപ്പിൾ TV-യാണ് പുറം ലോകത്തെ അറിയിച്ചത്. നടൻ ദിലീപിന്റെ ആരാധികയായ സുമിയുടെ വർഷങ്ങളായുള്ള ആഗ്രഹം സഫലമാകുന്ന നിമിഷങ്ങളായിരുന്നു അത്. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയുർവേദ ആശുപത്രിയിൽ ഓട്ടിസത്തിന് ചികിത്സയിൽ കഴിയുന്ന സുമിയെ കാണാൻ വാക്കുപാലിച്ച നടൻ ദിലീപ് എത്തി. ദിലീപിനെ സ്വീകരിക്കാൻ ദിലീപിന്റെ വരവറിഞ്ഞ് സുമി മണിക്കൂറുകൾക്ക് മുമ്പേ കാത്തിരിപ്പ് തുടങ്ങിയിരുന്നു. ദിലീപിനെ കണ്ടതും സുമിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. കയ്യിൽ കരുതിയ റോസാപ്പൂവ് ഇഷ്ടതാരത്തിന് അല്ല ചേട്ടന് നൽകി. പിന്നെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള
ചുറ്റുമുണ്ടായിരുന്നവരെ പരിചയപ്പെടുത്തി. ദിലീപാകട്ടെ സുമിയോട് കുശലം ഏറെ നേരം ചോദിച്ചു. മധുരവും നൽകി. കയ്യിൽ കരുതിയ സമ്മാനവും കൈമാറി. തനിക്ക് നൽകുന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ സിനിമാ പ്രേമികളുടെ ചന്ദ്രേട്ടൻ മറന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം എന്തോ ഒരു ഇത്രയും നാള് നമ്മളെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളുടെ പ്രായമുള്ള ഒരാളാണ്, ഒരു മോളാണ്. ഈ ഒരു എന്താ പറയണ ഒരു ഇങ്ങനെ ഒരു അവസ്ഥകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷെ മോക്ക് പെട്ടെന്ന് എല്ലാവിധ അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് അല്ലേ. 16 വയസ്സുള്ള സുമിയുടെ ദിലീപിനോടുള്ള ആരാധനയും ദിലീപിനെ കാണണമെന്ന ആഗ്രഹവും സംബന്ധിച്ച് പുറം ലോകത്തെ അറിയിച്ചത് പീപ്പിൾ ടിവിയാണ്. ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ദിലീപ് സുമിയെ കാണാനെത്തുമെന്ന ഉറപ്പും പീപ്പിൾ ടിവിയിലൂടെ നൽകുകയായിരുന്നു. സുമിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായും ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ, ആശുപത്രി സൂപ്രണ്ട് എന്നിവരുമായും ദിലീപ് ഏറെ നേരം സംസാരിച്ചു. പിന്നീട് ആശുപത്രിയിൽ കഴിയുന്ന കുരുന്നുകളെയും കാണാനും രോഗവിവരം തിരക്കാനും ദിലീപ് മറന്നില്ല. ഒടുവിൽ അനിയത്തിക്ക് ആശംസകൾ നേർന്ന് പ്രാർത്ഥനയോടെ ദിലീപ് മടങ്ങി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാനും അമീർ ഖാനും നൽകിയിരുന്ന പ്രത്യേക സുരക്ഷ പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറി. തീരുമാനം വിവാദമായതിനെ തുടർന്ന് ഇരുവർക്കുമുള്ള സുരക്ഷ തുടരുമെന്ന് മുംബൈ പോലീസ് അറിയിച്ചു. അസഹിഷ്ണുതാ പരാമർശങ്ങളുടെ പേരിലുള്ള പ്രതികാര നടപടിയാണ് സുരക്ഷ പിൻവലിക്കാനുള്ള തീരുമാനമെന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സുരക്ഷാ ഭീഷണിയുള്ള ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാനും അമീർ ഖാനും പ്രത്യേക സുരക്ഷയാണ് മുംബൈ പോലീസ് നൽകി വരുന്നത്. പൈലറ്റ് വാഹനവും 4 സായുധ പോലീസുകാരും ഉൾപ്പെടുന്ന സുരക്ഷയാണ് ഇരുവർക്കുമുള്ളത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ ഷാരൂഖും അമീറും നടത്തിയ ചില പരാമർശങ്ങൾക്ക് ശേഷം ഭീഷണി വർദ്ധിച്ചതിനാൽ സുരക്ഷയും കൂട്ടി. എന്നാൽ ഇപ്പോൾ സുരക്ഷാ ഭീഷണിയില്ലെന്ന കാരണം പറഞ്ഞ് പ്രത്യേക സുരക്ഷ പിൻവലിക്കാനാണ് തീരുമാനിച്ചത്. സുരക്ഷ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും അസഹിഷ്ണുതയ്ക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ പ്രതികാര നടപടി സ്വീകരിച്ചതാണെന്നും വിമർശനമുയരുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിവാദ തീരുമാനം പിൻവലിക്കാൻ നിർബന്ധിതമായത്. ഇരുവർക്കും നിലവിൽ നൽകുന്ന സുരക്ഷ തുടരുമെന്ന് മുംബൈ പോലീസ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പ് അംബാസിഡർ സ്ഥാനത്തു നിന്നും അമീർ ഖാനെ മാറ്റിയതും വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മന്ത്രി KP മോഹനന്റെ സംസർഗം അധികവും ഉമ്മൻചാണ്ടിയോടൊപ്പമായതുകൊണ്ടാകും തനിക്കെതിരെ അത്തരത്തിൽ പ്രസ്താവന നടത്തിയതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കാപട്യവും കുബുദ്ധിയും നിറഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ എന്നായിരുന്നു മോഹനന്റെ പ്രസ്താവന. അത് അങ്ങനെ മോഹനം പറഞ്ഞോ? അതെന്താ അങ്ങനെ പറയാനിടയായെന്നറിയില്ല. അത് സംസർഗേ ദോഷഗുണേ ഭവന്തുന്നുണ്ട്. ഈ മോഹനന്റെ സംസർഗം ഇപ്പം അധികം ഉമ്മൻചാണ്ടിയുടെ കൂടെ ആയതുകൊണ്ട് അത് പകർന്നായിരിക്കാനാണ് വഴി. ദില്ലി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമാക്കി. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനിലെ അഴിമതി അന്വേഷിക്കാൻ ദില്ലി സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷനെ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. കമ്മീഷനെ നിയമിക്കാൻ ദില്ലി സർക്കാരിന് അധികാരമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. അഴിമതി അന്വേഷിക്കാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തെ ആണ് കമ്മീഷനായി ദില്ലി സർക്കാർ നിയമിച്ചിരുന്നത്. ഷാർജയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വൈകുന്നു. നിരവധി തവണ ചാർട്ട് മാറ്റിയാണ് അധികൃതർ പ്രസിദ്ധീകരിക്കുന്നത്. യാത്രക്കാർ വലയുന്നു. ഇതിൽ നിന്നുള്ള ഒരു യാത്രക്കാരൻ ഇതിന്റെ വിവരങ്ങളുമായി നമ്മളോട് ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പേര് വിൽസൺ. വിൽസൺ, എന്താണ് കാര്യം? ഞങ്ങൾ ഇന്ത്യൻ എയർലൈൻസിന്റെ ടിക്കറ്റ് എടുത്തതാണ്. വളരെ ടൈറ്റ് ആയിട്ടാണ് ഇത് എടുത്തത്. കാരണം ഭയങ്കര ഡിമാൻഡിലാണ്. പക്ഷെ ഇന്ന് 1:30 വരുമ്പോൾ 12 മണിക്ക് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് പറയുന്നത് ഫ്ലൈറ്റ് ടൈം മാറ്റി, ഡിലേ ആണ്, 6:10 അതുകൊണ്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഒരു ഭക്ഷണം ഒന്നും ഞങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഇപ്പോ 6:30-7 മണി ആവറായിപ്പോ അവർ വന്നിട്ട് പറയണു ഒരു കാരണവശാലും ഇന്ന് പോക്ക് നടക്കില്ല, നാളേക്കേ നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നാളെ 7:45 ഫ്ലൈറ്റ്. അതായത് വിൽസൺ എപ്പോഴാണ് എയർപോർട്ടിൽ കടന്നത്? ഞാൻ 11:30 കടന്നാണ്. 11:45 കടന്നതാണ്. ഇതുവരയ്ക്കും അധികൃതർ വേണ്ട സൗകര്യങ്ങൾ, താമസിക്കുമ്പോൾ നൽകേണ്ട സൗകര്യങ്ങൾ, ഭക്ഷണം അടക്കമുള്ളവ നൽകിയിട്ടില്ല. പലർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ അവരവിടെ ഉച്ചയ്ക്ക് കണ്ടവരെയൊക്കെ വിളിച്ചുകൊണ്ട് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആൾക്കാർക്ക് ഒന്നും അറിയില്ല. എന്താണ് വൈകാൻ കാരണമെന്ന് അവർ പറയുന്നത്? അവര് പറയുന്നത്, ചില ആൾക്കാർ പറയുന്നു പൈലറ്റുമാര് ഓവർ ടൈം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ട് വരേണ്ട ഫ്ലൈറ്റ് കൊച്ചിയിൽ സ്റ്റേ ചെയ്ത് കിടക്കാണെന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണമായും അധികൃതരുടെ പാളിച്ചയാണ് വൈകാൻ കാരണം. അതെ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങളോടൊപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? ഒത്തിരി കുഞ്ഞുങ്ങളും ഫാമിലിയും ഉണ്ട്. ശരി, തീർച്ചയായും നന്ദി വിൽസൺ വിവരങ്ങൾ നൽകിയതിന്.
എയർ ഇന്ത്യ വിമാനം വൈകുകയാണ്. ഷാർജയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനമാണ് മണിക്കൂറുകൾ വൈകിയത്. ഒടുവിൽ വിവരം ലഭിച്ചത് ഇന്ന് പോകില്ല എന്നാണ്. ഇവർക്ക് വേണ്ട യാത്രക്കാർക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും ലഭ്യമാക്കുന്നില്ല. കുഞ്ഞുങ്ങളടക്കമുള്ള യാത്രക്കാർ വലയുകയാണ്. വിൽസൺ എന്ന യാത്രക്കാരൻ തന്നെയാണ് വിവരങ്ങൾ നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നടത്താൻ അനുമതി കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകിയത്. തമിഴ്നാട് സർക്കാരും വിവിധ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ നടപടി. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും ഒടുവിൽ തമിഴകത്തിന്റെ ജല്ലിക്കെട്ടിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 1960 മൃഗപീഡന നിരോധന നിയമം ഭേദഗതി ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ്. തമിഴകത്തിന്റെ വീരവിളയാട്ട് കായിക വിനോദമായ ജല്ലിക്കെട്ട് ചരിത്രപരവും സാംസ്കാരികവുമായി പ്രാധാന്യമർഹിക്കുന്നതെന്ന് പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ചൂണ്ടിക്കാട്ടി. കാളകളെ പീഡിപ്പിക്കലാണ് ജല്ലിക്കെട്ടിലൂടെ നടക്കുന്നതെന്ന് വിലയിരുത്തി 2014 സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചിരുന്നു. വിധി പുനഃപരിശോധിക്കാൻ തമിഴ്നാട് നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ്. ജല്ലിക്കെട്ട് നടത്താൻ നിയമ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പൊങ്കൽ ആഘോഷത്തിലെ ജല്ലിക്കെട്ടിന് അനുമതി നേടുക എന്നത് അണ്ണാ DMKയുടെയും BJPയുടെയും അഭിമാന പ്രശ്നമായിരുന്നു. 2015 ജല്ലിക്കെട്ടില്ലാതെയാണ് തമിഴകം പൊങ്കൽ ആഘോഷിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള 4ാം അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് നാളെ തുടക്കമാകും. വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന കേരള വികസനത്തെ പറ്റിയുള്ള ചർച്ചകളും സിമ്പോസിയങ്ങളും പഠന കോൺഗ്രസിലുണ്ടാകും. 96 നായനാർ സർക്കാരിനും 2006 VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിനും ദിശാബോധം നൽകിയ 3 പഠന കോൺഗ്രസുകൾക്ക് ശേഷമാണ് വരുംകാല കേരളത്തിൻ്റെ വികസന സമസ്യകൾക്ക് ഉത്തരം തേടുന്ന 4ാം പഠന കോൺഗ്രസിന് ആരംഭം കുറിക്കുന്നത്. ഉപഭോഗ ആർത്തിയില്ലാത്ത വികസന മന്ത്രമാണ് ഇത്തവണത്തെ പഠന കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത്. വൻകിട പദ്ധതികൾക്കൊപ്പം ഇടത്തരക്കാരുടെയും സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്നവരുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള കാതലായ ചർച്ചകളാണ് പഠന കോൺഗ്രസിൽ ഉണ്ടാവുക. കേരളത്തിലെ സമഗ്ര മേഖലകളുടെയും പുരോഗതി ലക്ഷ്യമിട്ടുള്ളതാണ് 4ാം അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് എന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ധാതു മണലിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൈറ്റാനിയം മെറ്റൽ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ടൈറ്റാനിയം കോംപ്ലക്സ് കേരളത്തിന് ഒരു അതിവേഗ റെയിൽ ഇടനാഴി തെക്ക് വടക്ക് അത് വേണ്ടതാണ്. ഞാൻ പഠന കോൺഗ്രസിൻ്റെ നിർദ്ദേശം കേരളത്തിൽ മിനിമം പെൻഷൻ 1500 രൂപ നൽകണമെന്നുണ്ട്. രാവിലെ 9:30 ആരംഭിക്കുന്ന പഠന കോൺഗ്രസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് അതാതു മേഖലകളിലെ വിദഗ്ധരാണ്. കേരളത്തിൽ കഴിഞ്ഞ 6 മാസമായി തുടർന്നു വരുന്ന എല്ലാ വികസന സംവാദങ്ങളുടെയും പര്യവസാനമാണ് 4ാം കേരള പഠന കോൺഗ്രസ്. ഈ വേദിയിൽ ഉരുത്തിരിയുന്ന ചർച്ചകൾ കേരളത്തിലെ വികസന സങ്കല്പത്തിന് ഒരു പുതിയ രാഷ്ട്രീയ ദിശാബോധം നൽകും. പഠന കോൺഗ്രസ് വേദിയിൽ നിന്നും ക്യാമറ വുമൺ ഷാജിലക്കൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. ക്രിക്കറ്റിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സ്വന്തം റെക്കോർഡിനെ മറികടക്കാനാണ് മോഹമെന്നും ഒരു ഇന്നിംഗ്സിൽ 1000 റൺസ് എടുത്ത ആദ്യ ക്രിക്കറ്റ് കളിക്കാരനായ പ്രണവ് ധൻവേദ്. സച്ചിനാണ് ക്രിക്കറ്റിലെ ഇഷ്ടതാരമെന്നും സച്ചിൻ സമ്മാനിച്ച ബാറ്റ് ജീവിതത്തിൽ കിട്ടിയ വേറൊരു സന്തോഷമാണെന്നും പ്രണവ് പീപ്പിൾ TVയോട് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ കല്യാൺ വെസ്റ്റിലെ രാംബാഗിലെ കദംചാലിൽ താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ പ്രശാന്ത് ധനാവഡയുടെ 10ാം ക്ലാസ്സുകാരനായ മകൻ പ്രണവിന് തൻ്റെ ലോക റെക്കോർഡിനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകളിൽ അഭിമാനം. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റിലാണ് KC ഗാന്ധി സ്കൂളിന് വേണ്ടി കളിക്കാനിറങ്ങിയ പ്രണവ് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ച ചരിത്ര നേട്ടം കൈവരിച്ചത്. 327 പന്തിൽ 59 സിക്സറും 129 ബൗണ്ടറികളുമായി 1009 റൺസ് നേടിയ ഈ കൊച്ചുമിടുക്കിനെ കുറിച്ച് പറയുമ്പോൾ കോച്ച് മോബിൻ ഷെയ്ഖിനും അഭിമാനം. That is no one who can teach anybody. It is a player who grabs it. I had not made him cricketer. He had made me the coach. 5 വയസ്സ് മുതൽ പ്രണവിനെ ഫ്രീ ആയാണ് ക്രിക്കറ്റ് പഠിപ്പിച്ചിരുന്നതെന്നും പ്രോത്സാഹനം നൽകിക്കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കുട്ടികളെ ക്രിക്കറ്റ് രംഗത്തേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നും സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായ മോബിൻ പറയുന്നു. He was with me since he was 5 years old. I mean, he was last 10 years with me. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ട്വിറ്ററിലൂടെ തൻ്റെ മകനെ അഭിനന്ദിച്ചതിലുള്ള സന്തോഷത്തിലാണ് പ്രണവിൻ്റെ അച്ഛൻ പ്രശാന്ത്. नहीं, सचिन सर जैसे बड़े प्लेयर ने उसके बारे में ट्वीट किया है, हमें बहुत अच्छा लग रहा है. और सचिन सर ने आज उसके लिए पर्सनल बैट भेजा है, तो वो देख के हम लोग बहुत खुश है. കുട്ടിക്കാലം മുതലേ ക്രിക്കറ്റിൽ നെഞ്ചിലേറ്റുകയാണ് തൻ്റെ മകനെന്ന് അമ്മ പറയുന്നു. क्रिकेट मानो उसका पैशन है. क्रिकेट मतलब जी जान है उसकी. क्रिकेट के लिए अगर बोलेंगे उसके तो कि 24 घंटे मैदान पे खेल तो भी वो खेलेगा, ऐसा उसका है. अगर पढ़ाई भी कर रहा है तो भी हाथ में उसके बॉल रहता है, बैट रहता है,
उसका चालू ही रहता है। അച്ഛൻ പ്രശാന്തിന്റെ തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു ഈ കുടുംബത്തിന്റെ കൈത്താങ്ങ്. പണം ഒരു പ്രശ്നമായിരുന്നെങ്കിലും ഓട്ടോ ഓടിച്ചു കിട്ടുന്ന പണത്തിൽ നിന്ന് മിച്ചം പിടിച്ചാണ് മകന്റെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടത്തിനു മുന്നിൽ അച്ഛനും അമ്മയും അവനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. പ്രണവിന്റെ മുന്നോട്ടുള്ള പഠനത്തിനും കായിക രംഗത്തിലേക്കുള്ള എല്ലാ ചിലവുകളും ഫെഡറൽ ബാങ്ക് വഹിക്കാൻ തയ്യാറാണെന്ന് ബാങ്കിന്റെ റീജിയണൽ ഹെഡ് റിച്ചി പറയുന്നു. ഫെഡറൽ ബാങ്ക് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പഠനത്തിൽ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ജബ് തോംസൺ സ്കൂൾ അധ്യാപകരുടെ പരിപൂർണ പിന്തുണയും പ്രണവ് എന്ന ഈ സാധാരണക്കാരനായ കുട്ടിയുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയായിരുന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ശബരിമലയിൽ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പമ്പയിലും സന്നിധാനത്തും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി. ജനുവരി 15 നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമലയിലെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വൻ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷയൊരുക്കാനും സന്നിധാനത്ത് നാളെ മുതൽ കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 30 DYSP, 60 CI, 230 സബ് ഇൻസ്പെക്ടർമാർ, 2600 പോലീസ് കോൺസ്റ്റബിൾസ് എന്നിവരെ സന്നിധാനത്ത് വിന്യസിപ്പിക്കുന്നുണ്ട്. മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനായി കേരള, കർണാടക, ആന്ധ്ര പോലീസുകളുടെ സംയുക്ത സംഘത്തെ നിയോഗിക്കും. മകരജ്യോതി ദർശിക്കുന്നതിനായി തീർത്ഥാടകർ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും നടപ്പന്തലിന്റെ മുകളിലും മരങ്ങളിലും കയറുന്നത് തടയാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തും. പുല്ലുമേട്, പഞ്ചാരിമേട് എന്നിവിടങ്ങളിൽ സുരക്ഷയ്ക്കായി പ്രത്യേക പോലീസ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി സന്നിധാനത്ത് പറഞ്ഞു. അതേസമയം രാജ്യത്തുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാണ്. സന്നിധാനത്ത് ബോംബ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതമാക്കി. പുറമെ ദ്രുതകർമ്മസേനയും ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും സന്നിധാനത്ത് സുരക്ഷാ ചുമതലകൾ വഹിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.